ഇസ്രയേലും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ശത്രുത ഒരു പുതിയ വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ്. ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ തന്നെ അവസാനമായി മാറിയേക്കാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ റഷ്യൻ മാധ്യമമായ റഷ്യ ടുഡേ പുറത്തുവിട്ടതോടെ ലോകം ഉറ്റുനോക്കുകയാണ് ഈ മേഖലയിലേക്ക്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ അജ്ഞാത വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ തങ്ങളുടെ പ്രധാന ശത്രുവിന്റെ ബലഹീനതകൾ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇനി ഒരു ആക്രമണം ഇസ്രയേലിന് താങ്ങാൻ കഴിയില്ലെന്നുമാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ കൈവശം ഇപ്പോഴും നിരവധി അത്യാധുനിക മിസൈലുകൾ ഉണ്ടെന്നതാണ് അവരുടെ വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസത്തിന് പിന്നിൽ. ഈ മിസൈലുകൾക്ക് ഇസ്രയേലിന്റെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ പോലും എളുപ്പത്തിൽ തുളച്ചു കയറാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇസ്രയേലിന്റെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇറാന്റെ മിസൈലുകൾക്ക് ശേഷിയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഇറാൻ അധികം വൈകാതെ ആണവായുധം നിർമ്മിക്കുമെന്ന റിപ്പോർട്ടുകളും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യമായാൽ മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥ പൂർണ്ണമായി മാറും. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിച്ചത് അവരുടെ ആണവായുധ പദ്ധതി തടയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. എന്നാൽ ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയാതെ പിൻവാങ്ങേണ്ടി വന്നത് ഇരു രാജ്യങ്ങൾക്കും വലിയ തിരിച്ചടിയും നാണക്കേടുമായി. ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായി സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോഴും ഇറാനിൽ സുരക്ഷിതമാണ്. ഇറാനിലെ റഷ്യൻ ആണവ നിലയത്തിൽ സൂക്ഷിച്ചതുകൊണ്ടാണ് ശത്രുക്കൾക്ക് ഈ യുറേനിയം നശിപ്പിക്കാൻ കഴിയാതിരുന്നത്. ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ നൂറുകണക്കിന് ഇറാനുകളും ആണവ പദ്ധതിയിൽ ഉൾപ്പെട്ട ശാസ്ത്രജ്ഞരും നിരവധി മുതിർന്ന സൈനിക കമാൻഡർമാരും കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും ഇറാന്റെ പോരാട്ട വീര്യത്തെ ബാധിച്ചില്ല എന്നതാണ് ശ്രദ്ധേയം. ഇസ്രയേലിന് ഇവിടെയാണ് പിഴച്ചത്. അവർ കരുതിയത് ഇത്തരം ആക്രമണങ്ങൾ ഇറാന്റെ മനോവീര്യം തകർക്കുമെന്നാണ്. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. കഴിഞ്ഞ ജൂൺ 22-ന് നതാൻസിലും ഫോർഡോവിലുമുള്ള യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ 3 ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രയേലിനൊപ്പം അമേരിക്കയും പങ്കുചേർന്നു. എന്നാൽ അമേരിക്കയുടെ B-2 ബോംബറുകളുടെ ദൗത്യം ദയനീയമായി പരാജയപ്പെട്ടു. യുറേനിയം അല്ലാത്ത ആണവ നിലയത്തിനു നേരെ ബോംബിട്ട് മടങ്ങേണ്ട അവസ്ഥയാണ് അമേരിക്കയ്ക്കുണ്ടായത്. ഈ ആക്രമണത്തിൽ ഒരു ഇറാനിയും കൊല്ലപ്പെട്ടില്ലെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ സംഭവത്തിന് പിന്നിൽ ഒരു സുപ്രധാന കാരണം കൂടിയുണ്ട്. ഖത്തറിലെ അമേരിക്കയും സൈനിക താവളത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ അമേരിക്ക കാണിച്ച ജാഗ്രതയാണ് നിർണായകമായത്. 10,000 അമേരിക്കൻ സൈനികരും അനവധി യുദ്ധവിമാനങ്ങളുമുള്ള ഖത്തറിലെ അമേരിക്കൻ താവളം തിരിച്ചടിക്കായി ഇറാൻ ലക്ഷ്യം വെച്ചപ്പോൾ അത് മുൻകൂട്ടി ഖത്തർ ഭരണകൂടത്തെ അറിയിക്കുകയും പ്രഹരശേഷി കുറഞ്ഞ മിസൈലുകൾ മാത്രം ഉപയോഗിക്കുകയും ചെയ്തതുകൊണ്ടാണ് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാതിരുന്നത്. ഈ പ്രതീകാത്മകമായ തിരിച്ചടിയിലൂടെയാണ് അമേരിക്കയും ഇസ്രയേലും ഒരു സമവായത്തിന് നിർബന്ധിതരാകിയത്. ഇസ്രയേലിന്റെ മാത്രമല്ല അമേരിക്കയുടെയും പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാൻ ഇറാന് കഴിയുമെന്ന് തെളിയിക്കുന്ന ആക്രമണമായിരുന്നു അത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ന് വരെ ഒരു രാജ്യവും അമേരിക്കയുടെ സൈനിക താവളത്തിലേക്ക് ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയിട്ടില്ല. ഇറാൻ അതിന് തുനിഞ്ഞതോടെ അമേരിക്കൻ ഭരണകൂടം ഒന്നാകെ ഞെട്ടിപ്പോയി. സ്വയം നിർമ്മിച്ചതും റഷ്യൻ സഹായത്തോടെ നിർമ്മിച്ചതുമായ വലിയൊരു മിസൈൽ ശേഖരമാണ് ഇറാന്റെ കൈവശമുള്ളത്. ഇതിൽ 10% പോലും ഇറാൻ ഉപയോഗിച്ചിട്ടില്ലെന്നതാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് ഖത്തർ വഴി വെടിനിർത്തൽ നിർദ്ദേശം സാക്ഷാൽ ട്രംപ് തന്നെ മുന്നോട്ട് വെച്ചത്. ഇസ്രയേൽ ആക്രമണം നിർത്തിയാൽ തങ്ങളും ആക്രമണം നിർത്താമെന്നത് ഇറാന്റെ പ്രഖ്യാപിത നയമായതിനാൽ അമേരിക്കൻ ഇടപെടലിൽ ഇസ്രയേൽ ആക്രമണം നിർത്തിയപ്പോൾ ഇറാനും ആക്രമണം അവസാനിപ്പിച്ചു. അങ്ങനെ അവസാനിച്ച 12 ദിവസത്തെ സംഘർഷമാണ് വീണ്ടും പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യത്തിലേക്ക് വഴിമാറിപ്പോകുന്നത്. ഇറാനിലെ യുറേനിയം നശിപ്പിക്കാൻ പറ്റാതിരുന്നതും ഇസ്രയേലിൽ ഇറാൻ ഉണ്ടാക്കിയ വലിയ നാശനഷ്ടങ്ങളും മൂലം ലോകത്തിനു മുന്നിൽ നാണം കെട്ട ഇസ്രയേൽ അമേരിക്കയെ ഒപ്പം നിർത്തി വീണ്ടും ഇറാനെ പ്രകോപിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നിലവിൽ നടത്തിവരുന്നത്. ഇതോടെയാണ് അത്തരമൊരു നീക്കം നടന്നാൽ വലിയൊരു തിരിച്ചടി ഇസ്രയേലിന് സംഭവിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ ഇപ്പോഴും 10,000-കണക്കിന് വലിയ തലമുറ മിസൈലുകൾ ഉണ്ടെന്നും പുതിയ സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ദിവസവും കുറഞ്ഞത് 100-കണക്കിന് മിസൈലുകൾ ഇസ്രയേലിലേക്ക് വിക്ഷേപിക്കാൻ കഴിയുമെന്നുമാണ് റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ഭീഷണിയെ ശാശ്വതമായി തന്നെ അവസാനിപ്പിക്കാനുള്ള ചരിത്രപരമായ അവസരം ഉപയോഗിക്കാൻ ഇറാൻ ഭരണകൂടത്തിന്റെ രാജ്യത്തിനകത്ത് നിന്ന് മാത്രമല്ല പുറത്തുനിന്നും വലിയ പിന്തുണ ഉണ്ടെന്നാണ് ഇറാനിയൻ ഉന്നതരെ ഉദ്ധരിച്ച് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇസ്രയേലിന്റെ രക്ഷയ്ക്കെത്താൻ അമേരിക്ക വരുമെന്ന് ഇറാൻ നന്നായി അറിയാമെങ്കിലും ഈ വെല്ലുവിളിയെയും ഇറാൻ സൈന്യം മറികടക്കുമെന്ന് തന്നെയാണ് ഇറാൻ ഉന്നത നേതൃത്വം അവകാശപ്പെടുന്നത്. ഇറാൻ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി വീണ്ടും രംഗത്ത് വന്ന് പറഞ്ഞത്, ഇപ്പോൾ നടന്ന സംഘർഷത്തിൽ അമേരിക്ക ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇതിനകം തന്നെ ഇസ്രയേൽ എന്ന രാജ്യം ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാകുമായിരുന്നു എന്നാണ്. ഇറാൻ ആണവ പദ്ധതി തുടർന്നാൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനെയും പുച്ഛത്തോടെയാണ് ഖമേനി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ഇറാൻ അന്തിമ യുദ്ധത്തിനായാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഈ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇറാനും ഇസ്രയേലും തമ്മിൽ
ഒരു വലിയ സംഘർഷത്തിനുള്ള സാധ്യത ഏറി വരുന്നു എന്നതാണ്. ആണവായുധ പദ്ധതി, മിസൈൽ ശേഷി, പരസ്പരം നിലനിൽപ്പിനെ കുറിച്ചുള്ള ഭീഷണികൾ എന്നിവയെല്ലാം ഈ സംഘർഷത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. മേഖലയിലെ മറ്റ് രാജ്യങ്ങളുടെ നിലപാടുകളും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടലുകളും ഈ സാഹചര്യം എങ്ങനെ വികസിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. ഇസ്രയേലിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഈ ഭീഷണികൾക്ക് അവർ എങ്ങനെയാകും പ്രതികരിക്കുക എന്നതും നിർണായകമാണ്. ഈ പ്രതികരണം അടുത്ത വലിയ സംഘർഷത്തിലേക്ക് നയിക്കുമോ അതോ ഒരു നയതന്ത്രപരമായ പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന് കണ്ടറിയേണ്ടതാണ്.